ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പടയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ 3 ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കര ഇട്ട് കൊടുക്കാം. ഞാൻ നാടൻ ശർക്കരയാണ് ഇവിടെ എടുക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള, നിങ്ങൾക്ക് എന്തുമാത്രം മധുരം വേണോ അത്രയും മാത്രം നിങ്ങൾക്ക് ശർക്കര യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ജീരകം ഇട്ട് കൊടുക്കാവേ. അപ്പം നമ്മുടെ നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ജീരകം ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഏലക്ക, ഞാനൊരു കുഞ്ഞ് ഏലക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒന്ന് ജസ്റ്റ് പൊടിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ആ ശർക്കരയുടെ ആ ഒരു എന്തെങ്കിലും എന്താ പറയുക, പൊടിയാതെ കിടക്കുന്ന ശർക്കരയൊക്കെ കൂടെ ഒന്ന് നന്നായിട്ട് പൊടിഞ്ഞ് നല്ല തേങ്ങയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നല്ലപോലെ ഒന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്ക് ഇത് ഈ പീര കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ചുമ്മാ തിന്നാൻ ഭയങ്കര ഇഷ്ടം. ഇത് ഭയങ്കര ടേസ്റ്റാണ് തിന്നുമ്പോഴത്തേക്കും. അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫില്ലിങ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഗോതമ്പ് പൊടി നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇത്തിരി ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ. നമ്മുടെ ആ ഒരുപാട് ഉപ്പ് വേണ്ട കേട്ടോ, ഒരു ചെറിയൊരു ഇത്തിരി ഒരു ഉപ്പ് ടേസ്റ്റ് മാത്രം മതി. അപ്പോൾ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇത് ഒരുപാട് ഇങ്ങനെ നമ്മുടെ ചപ്പാത്തി മാവ് പോലെ ഒത്തിരി കട്ടിയാവണ്ട, അതിലും കുറച്ചുകൂടെ ലൂസായിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട്. ഞാൻ അതിലും കുറച്ചുകൂടെ ലൂസാക്കും, കാരണം എനിക്ക് നമ്മളല്ലെങ്കിൽ നമുക്കിങ്ങനെ പരത്തുമ്പോൾ റെഡിയാവാത്ത പോലെ എനിക്ക് തോന്നും. പിന്നെ അതുപോലെ അത് തന്നെയല്ല, എനിക്ക് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് തോന്നുന്നത് നമ്മൾ ഒരുപാട് ലൂസായിട്ട് ഇടുമ്പോഴത്തേക്കുമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് നമ്മൾക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം, നമ്മുടെ ആ ഒരു മിക്സ് തയ്യാറാക്കാം. അപ്പം അത്യാവശ്യം നല്ല ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി നമുക്കിതിനൊന്ന് കുഴച്ചെടുക്കാവേ. അപ്പോൾ ഇത് നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ഇലയിലേക്ക് നമുക്ക് ഇതാണ് ഇത്രയും ഒരുപാട് വലിയ അട വേണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ വലിയ ഇല എടുക്കാം. അപ്പം എനിക്കൊരു ഇതുപോലത്തെ ഒരു മീഡിയം ടൈപ്പ് ഉള്ളതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ എൻ്റെ ഇത്രയും രീതിയിൽ നന്നായിട്ട് ഇല കീറി എടുത്തിട്ടുണ്ട്. അതിന് നന്നായിട്ട് തുടച്ച് അതിന് ശേഷം നമ്മൾ ഈ മാവ് ഇലയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞാൻ ഇച്ചിരി ലൂസാക്കിയിട്ടാണ് നമ്മുടെ മാവ് കുഴച്ചെടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് വെള്ളത്തിൽ കൈ നനച്ചതിന് ശേഷം, നമുക്ക് കൈ ഒട്ടി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് വെള്ളത്തിൽ ഒന്ന് കൈ നനച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇലകളുടെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഈ ഒരു മാവ് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ കണ്ടത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് സ്പ്രെഡ് ആക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഫില്ലിങ്സ് എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. ചിലവരിങ്ങനെ ഹാഫ് പോർഷൻ മാത്രമേ ചെയ്യത്തുള്ളൂ. എനിക്ക് ഒരുപാട് മാത്രം ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം അതിന് ശേഷം ജസ്റ്റ് ഒന്ന് മടക്കി വെക്കുക. അപ്പോൾ നമ്മുടെ അട ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കതിനെ ചുട്ടെടുക്കേണ്ട മാത്രമേ ഉള്ളൂ. അതുപോലെ ഞാൻ ഒരെണ്ണം കൂടെ ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ മാവ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കൈ പറ്റുവാണെന്നുണ്ടെങ്കിൽ, മാവ് പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി വെള്ളം നനച്ചതിന് ശേഷം, നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെക്കണം കേട്ടോ. അത് നനച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്കിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് നല്ലതായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമേ. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഇവിടെ നമ്മുടെ അട സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാവേ. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാനെടുത്ത് ഗ്യാസിന് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി പോയ പാനൊക്കെ വെക്കുന്നതായിരിക്കും നല്ലത്. അതായത് നമുക്ക് അത്യാവശ്യം നല്ല ഹൈ ഫ്ലെയിമിലിട്ടായിരിക്കും നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളൊരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ അട എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ഇത്രയും വലിയ പാനായതുകൊണ്ട് തന്നെ നമുക്ക് 2 എണ്ണം ഇതിലേക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ഒരു വശം ഒന്ന് ജസ്റ്റ് ഇതായി വന്നതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം വലിയ ചൂടൊന്നുമില്ല കേട്ടോ. അപ്പം നമുക്കിങ്ങനെ ഇതുപോലെ തന്നെ അപ്പുറം ഇപ്പുറം മറിച്ചിട്ട് ഒന്ന് അത് കുക്ക് ചെയ്തെടുക്കാവേ. അപ്പോൾ ഞാൻ അപ്പുറം മറിച്ച് കുക്ക് ചെയ്തെടുക്കുവാണ്. നമ്മൾ ഈ മഴയൊക്കെയുള്ള സമയത്ത് നമ്മൾ കട്ടൻ ചായയുടെ ഒക്കെ കൂടെ കട്ടൻ ചായയുടെ ഒക്കെ കൂടെ ഈ ഒരു സ്നാക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. പണ്ടൊക്കെ നമ്മൾ കൊച്ചിലെയൊക്കെ ആയിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത് കഴിക്കാനായിട്ട്. ഇപ്പോഴും എനിക്കിഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു തണുത്ത സമയത്ത്, ഈ തണുപ്പ് മഴക്കാലത്തൊക്കെ നമ്മൾ ഈ ചായയുടെ കൂടെ കഴിക്കുന്നത് വേറൊരു ഫീലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ 2 അടകളും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാരണം വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അതിൻ്റെ ഇല തന്നെത്താനെ പൊളിഞ്ഞു പൊക്കോളും. അപ്പം അതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മാവെല്ലാം ഇലയിൽ നിന്ന് വിട്ട് നമുക്കിതുണ്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് എനിക്ക് വേണ്ട അട എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയാണ് എടുക്കുന്നത്. ഞാൻ മധുരം ഇല്ലാതെയാണ് കട്ടൻ ചായ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിക്കാൻ തുടങ്ങുവാണ്. അപ്പോൾ നമുക്കൊന്ന് ഞാൻ മുറിച്ച് കാണിച്ചു തരാവേ.
അത് കണ്ടോ, നമ്മുടെ ഫില്ലിങ്സ് ഫുൾ ആ മാവിലായിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മൾ നല്ല മഴയുള്ള സമയത്ത് നല്ല ചൂടടയും അതിൻ്റെ കൂടെ തന്നെ ചൂട് കട്ടൻ ചായ നമ്മൾ മധുരം ഇല്ലാതെ കുടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഫീലാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.